സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം മണ്ഡലം എന്നും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ മൂന്ന് മുന്നണികളും ഏതാണ്ട് ബലാബലമാണ് നമുക്ക് പറയാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് മുൻതൂക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ LDF ആണ് ജയിച്ചത്. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. BJP-യെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7 മണ്ഡലങ്ങളിലെ ഒന്നായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ 7 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ തവണയും BJP-ക്ക് മുൻതൂക്കം നേടാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള 27%, 28% വോട്ടാണ് BJP നേടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞു. അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണച്ചിരുന്ന മതന്യൂനപക്ഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെയാണ് പിന്തുണച്ചിരുന്നത്. ഇത്തവണ ആന്റണി രാജു മത്സര രംഗത്തില്ല, പകരം സുധീർ കരമനയാണ് നിർത്തിയിരിക്കുന്നത്. BJP ആകട്ടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് BJP സ്ഥാനാർത്ഥി. തൊട്ടു മുമ്പത്തെ ഇലക്ഷനിൽ നടൻ കൃഷ്ണകുമാറായിരുന്നു. അതിന് തൊട്ടു മുമ്പ് ക്രിക്കറ്റർ ശ്രീശാന്ത് ആയിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി. UDF ആകട്ടെ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന UDF ആകട്ടെ CMP നേതാവ് CP ജോണിനാണ് ഇത്തവണ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു മത്സരമാണ്. തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 4 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ആ മണ്ഡലത്തിലെ വിജയ സാധ്യതകളെക്കുറിച്ച്, ഓരോ പാർട്ടിക്കും കിട്ടാവുന്ന വോട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച്, ചാഞ്ചാട്ടത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ K. ജയപ്രസാദ്. നമസ്തേ. 3 മുന്നണികളും വളരെ വിജയപ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. LDF സിറ്റിംഗ് MLA സിറ്റിംഗ് സീറ്റായിരുന്നു LDF ഒരു സിനിമക്കാരനെ നിർത്തിയിരിക്കുന്നു, സുധീർ കരമനെ. അതേ സമയത്ത് UDF ആണെങ്കിൽ CP ജോണാണ് ജയിച്ച മന്ത്രിയാകുമെന്നൊരു പ്രഖ്യാപനത്തോടുകൂടിയാണ് ജോണിന്റെ വരവ്. BJP ആണെങ്കിൽ കരമന ജയനാണ് BJP-യുടെ സ്ഥാനാർത്ഥി. എന്താണ് BJP-യുടെ സാധ്യത തിരുവനന്തപുരം നഗരസഭയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരുപോലെയുള്ള സാധ്യതകളാണ് BJP-യുടെ മുന്നിലുള്ളത്. അപ്പം അങ്ങനെ ഞാൻ പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായി നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒരു കോർപ്പറേഷൻ വിജയത്തിന്റെ ഒരു ഗ്ലാമർ കൂടി, അല്ലെങ്കിൽ അതിന്റെ ഒരു നേട്ടം കൂടി, അത് അതിന്റെ ബോണസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 4 നിയോജക മണ്ഡലങ്ങളിലും ഒരുപോലെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവും. അതായത് BJP-യുടെ വോട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് നിയമസഭയിലും, അതായത് കഴിഞ്ഞ 2 നിയമസഭയിലും കഴിഞ്ഞ 3 ലോകസഭയിലും ഏതാണ്ട് ഒരുപോലെ നിൽക്കുമ്പോൾ ഇടത് വലത് മുന്നണികളിൽ നമ്മൾ വോട്ട് ഷിഫ്റ്റിംഗ് കാണാം. അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വളരെ ദുർബലമാകുന്ന ഒരു മണ്ഡലമാണ് ഈ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലങ്ങളിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഇത് പ്രകടമാണ്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2019 ലോകസഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ലഭിക്കുന്നത് 21.23%. വളരെ കുറവാണ്. അതാണ് 21% ഇടതുപക്ഷത്തിന്റെ വോട്ട്. അത് 2024 ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് അത് 22.7%. അത് 2014 അത് 34% ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 വോട്ടിലെ അവർക്ക് കിട്ടിയ സപ്പോർട്ടാണ്, കൺസിസ്റ്റൻസി. കാരണം അതായത് 30% പോലും അവർക്ക് നിലനിർത്താൻ കഴിയില്ല. 20% വോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് വളരെ ദുർബലമായ ഒരു വോട്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശശി തരൂരിനെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഒരു ആഗോള പൗരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിച്ച അദ്ദേഹത്തിന് പോലും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 2014 അദ്ദേഹം പുറകിൽ പോകുകയാണ് ചെയ്തത്. അവിടെ വെറും 24% വോട്ട് അന്ന് ലഭിച്ചോളൂ. 2019 43%, 2024 40% വോട്ടിൽ ലഭിച്ചു. എന്നാൽ BJP-യുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ലോകസഭയിൽ 3 തെരഞ്ഞെടുപ്പുകളിലും BJP-യുടെ ശരാശരി വോട്ട് 35%. അതിൽ 2014-ലും 2024-ലും 36+ വോട്ട് ലഭിച്ചു. 36.7%, 36.2% ലഭിച്ചു. അതിൽ 2019 മാത്രം അത് 34%ആയിട്ട് മാറി. അതായത് 3 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ഷെയർ ശരാശരി 35% ആണ്.
അതായത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാര് 35% കഴിഞ്ഞ 12 വർഷമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മറ്റൊന്ന്, നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടായി. തീരദേശ മേഖലകളിൽ 2020 ലെഫ്റ്റിലേക്ക് പോയ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും തിരിച്ച് കോൺഗ്രസിലേക്കാണ് വന്നത്. അപ്പം കോൺഗ്രസ് കേരളത്തിൽ സർവൈവ് ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായിട്ടും തീരദേശ പ്രദേശത്തെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് ഒരു ബെനിഫിറ്റ് മാത്രമാണ് കോൺഗ്രസിന് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇവിടെ വരുന്നൊരു വിഷയം, നമ്മൾ ശിവകുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിനെ കുറിച്ചൊരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. അപ്പം അവിടെ CMPയുടെ സ്ഥാനാർത്ഥി, CMPയുടെ ഒരു പ്രശ്നം വരുന്നത് CMPക്ക് കേഡറില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പൊ CMPയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ദയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ ഘടക കക്ഷികളിലും കോൺഗ്രസ് ഇതര കക്ഷികൾക്ക് കാര്യമായ സ്വാധീനം തിരുവനന്തപുരം മണ്ഡലത്തിലില്ല. അപ്പൊ നമ്മൾ രാഷ്ട്രീയ പരമായി നമ്മൾ നോക്കുമ്പോൾ ബൂത്ത് തലത്തിലെ പ്രവർത്തനമാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അപ്പം ലോകസഭയിൽ കുറച്ചുകൂടെ അതിനൊരു വേറൊരു തലമുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ BJPക്കെതിരായ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു. പക്ഷെ നിയമസഭയിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനയ്ക്ക് പുറത്ത് കോൺഗ്രസിന്റെ ഘടകകക്ഷികളൊന്നും തന്നെ, ഇപ്പം അത് മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നും തന്നെ ഈ മണ്ഡലത്തിലില്ല. ഇപ്പൊ CMP എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതേ ഉള്ളൂ. മാത്രമല്ല ശിവകുമാർ ഈ മണ്ഡലത്തിൽ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുകയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നതാണ്. പക്ഷെ അദ്ദേഹം മറ്റൊരു മണ്ഡലത്തേക്ക്. അപ്പം ഇവിടെ ഒരു ന്യൂനപക്ഷ സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് CP ജോണിന്റെ ഒരു പ്രതീക്ഷ. ഞാൻ കോൺഗ്രസ് എന്തുകൊണ്ട് CMP ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു സീറ്റ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് അവർ കൊണ്ടുവന്നത് പ്രധാനമായിട്ടും അവിടുത്തെ ഒരു ന്യൂനപക്ഷ വോട്ടിന്റെ ബെനിഫിഷ്യറി ആയിട്ട് CP ജോൺ മാറും എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിന്നബിളായ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വോട്ടല്ല. അങ്ങനെ വോട്ടാകണമെങ്കിൽ അതിനാവശ്യമായ സംഘടനാ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ കോൺഗ്രസിന് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തിലും തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു തളർവാദം വന്നൊരവസ്ഥയുണ്ട്. അതിൽ നിന്ന് മുക്തമല്ല ഈ മണ്ഡലവും. അപ്പൊ കേവലം ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന്റെ അഡ്വാൻറ്റേജിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വരുമ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് അഡ്വാൻറ്റേജ് വരുന്നില്ല. ഇപ്പൊ സംഘടനാപരമായിട്ടും കോൺഗ്രസിന് അഡ്വാൻറ്റേജ് ഇല്ല, ഘടകകക്ഷികൾക്കും അവിടെ മേൽക്കോയ്മയില്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കും അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. അപ്പൊ ആ തരത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗം. രണ്ടാമത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ടും ശ്രീ ആന്റണി രാജുവിനെ കേന്ദ്രീകരിച്ചുള്ള മണ്ഡലമായിരുന്നു. അപ്പൊ ആന്റണി രാജു ഇത്തവണ മത്സരിക്കാനുണ്ടാകുമെന്നൊരു അവസാനം വരെ പ്രതീക്ഷ വെച്ചൊരു മണ്ഡലമാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം മത്സരിക്കാതായത്. അപ്പം ഇടതുപക്ഷത്തിന് ഒരുപാട് കൺഫ്യൂഷന് ശേഷം ഒരു അവസാന നിമിഷം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിലെ പ്രശ്നമൊന്നുമില്ല, സ്ഥാനാർത്ഥി എത്ര നല്ലവനാണെങ്കിലും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനെതിരായ എല്ലാ ആരോപണങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശമാണെന്ന് ഓർത്തോണം. അപ്പം ഗവൺമെന്റിനെതിരായ എല്ലാ ആരോപണങ്ങളും, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളും, ഭരണത്തിന്റെ എല്ലാപരമായ 10 വർഷത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ എല്ലാം കൂടെ അവിടെ അലയടിച്ച് വരുമ്പോൾ സ്ഥാനാർത്ഥി എത്ര നല്ലതാണെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ അന്തരീക്ഷത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ 35% അല്ലെങ്കിൽ 36% സ്റ്റേബിൾ വോട്ട് 12 വർഷമായിട്ട് 3 തെരഞ്ഞെടുപ്പുകളിൽ നിർത്തുന്ന BJP. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും 27.54 27.29%. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്, കാരണം കേരളത്തിലെ ഇടതും വലതും തമ്മിലുള്ള മത്സരമാണ്. അപ്പം BJP ഈ ഭരണത്തിൽ വരുന്നതല്ല, എന്നിട്ടും BJPക്ക് ഏതാണ്ട് നിയമസഭയിലും 27% വോട്ട് നിലനിർത്താൻ കഴിയും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഒരു വോട്ട് നിലനിർത്തുകയാണെങ്കിൽ BJPക്ക് സുഖമായിട്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും. അതായത് ഞാൻ പറഞ്ഞത് BJPയുടെ വോട്ടിന്റെ സ്റ്റെബിലിറ്റി പറയാൻ കാരണം നിയമസഭയെ തെരഞ്ഞെടുപ്പില് നിയമസഭാ മണ്ഡലത്തില് തിരുവനന്തപുരം നിയോജക മണ്ഡലം BJP വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഇല്ലാഞ്ഞിട്ടും, കേരളത്തിൽ BJP ഭരണത്തിൽ വരില്ല എന്നുള്ള പ്രതീക്ഷ ഇല്ലാഞ്ഞിട്ടും BJPക്ക് അവിടെ 27.54% വോട്ട് 2016-ലും 2021-ലും ഏതാണ്ട് അതേ വോട്ട് നിലനിർത്താൻ കഴിയും. അതായത് പാർട്ടി വോട്ടെന്ന സംഘടനാപരമായ വോട്ടുണ്ട്. അത് പാർലമെന്റിൽ വരുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൽ BJP ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ആ വോട്ട് 36.78 ആയിട്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് 24 തെരഞ്ഞെടുപ്പിലേക്ക് ഉയർന്നത്. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ഈ ബേസ് വോട്ടും ഈ സപ്പോർട്ട് ബേസും കൂടെ അതിന് പ്ലസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനവികാരം, കോൺഗ്രസിന്റെ ദൗർബല്യം, UDF സ്ഥാനാർത്ഥിയുടെ പാർട്ടി ഘടകകക്ഷിക്ക് അവിടെ യാതൊരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ല എന്നുള്ളത്, അതുപോലെ LDFന് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇല്ലാതെ അവസാന വന്നത്, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ഇല്ലാതെ വന്നത്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും BJPക്ക് 1-2% വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ BJPക്ക് അവിടെ ജയിക്കാൻ കഴിയും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് BJPക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു അന്തരീക്ഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പൊ കഴക്കൂട്ടത്ത് നിയമത്തിൽ കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ട് BJP വരികയാണ്. ഇവിടെ ഒരു ചെറിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈനോറിറ്റി വോട്ടിന്റെ ഒരു ചെറിയ ഇതാണ്. പക്ഷെ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് BJP. രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ പ്രകടനത്തെക്കുറിച്ച്, ഇന്ന് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവിക്കുന്ന ഒരാള് അത് എല്ലാ പാർട്ടിക്കും അതീതമായിട്ടും മത ജാതി വ്യത്യാസങ്ങൾക്ക് എതിരായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, അതായത് എല്ലാ പേരും BJPയുടെ കോർപ്പറേഷൻ ഭരണത്തിൽ കുറിച്ച് നല്ല പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഇവിടെ. നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം മാറ്റി നിർത്തിയിട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ കൂടെ അഡ്വാൻറ്റേജും കൂടെ BJPക്ക് വരും. അതുകൊണ്ട് BJPക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ മറ്റു പല ഘടകങ്ങളും. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഈ നമ്മൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 4 മണ്ഡലങ്ങളിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാധാരണക്കാരിൽ BJPയോടുള്ള മനോഭാവത്തിലും വന്ന മാറ്റവും അത് ബോണസ് ആണ്. അത് ഞാൻ ഇവിടെ പൊളിറ്റിക്കലി വോട്ടായിട്ട് മാറുകയാണെങ്കിൽ വോട്ടായിട്ട് മാറും. അത് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അനിശ്ചിതത്വത്തിൽ BJP മാത്രമാണ് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ പൊളിറ്റിക്കൽ ഒരു പാർട്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷത്തിന്റെ പാർട്ടിയും CPMന്റെ സ്ഥാനാർത്ഥിയല്ല, അല്ലെങ്കിൽ അതിനൊരു ബേസ് ഉള്ള വ്യക്തിയല്ല, അദ്ദേഹം ഒരു കലാകാരനാണ്. അപ്പം വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായിട്ട്. അതുപോലെ തന്നെയാണ് UDFന്റെ കാൻഡിഡേറ്റിനും ആ ഘടകകക്ഷിക്ക് അവിടെ യാതൊരു സപ്പോർട്ട് ബേസും ഉള്ളതല്ല. കോൺഗ്രസും അതും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതിന്റെ സംഘടനാ ദൗർബല്യം ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ശിവകുമാറാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കോൺഗ്രസിന് കൂടുതൽ സാധ്യത ഉണ്ടാകുമായിരുന്ന ഒരു മണ്ഡലമാണ്. കാരണം ന്യൂനപക്ഷ ഏകീകരണം കൂടെ ശിവകുമാറും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശിവകുമാറിന് ചില അഡ്വാൻറ്റേജ് ഉണ്ടാകുമായിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 32% വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 32.4%. ഇടതുപക്ഷത്തിന് ലഭിച്ചത് 38.1%. BJPക്ക് 27.29% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ചില പരിമിതികളാണ് ഇവിടെ കോൺഗ്രസിന് അല്പമെങ്കിലും അഡ്വാൻറ്റേജ് ലഭിക്കുമായിരുന്ന ഒരു മണ്ഡലം കൂടെ ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അഷ്വർ ചെയ്യാം, BJPക്ക് 4 നഗര മണ്ഡലങ്ങളും BJPക്ക് ഈവൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ട് ജയിക്കാം. കോർപ്പറേഷന്റെ വിജയവും അതിന്റെ ബോണസ് മാർക്ക് ഞാൻ ഇതിനിടുന്നില്ല. അത് കൂടുതൽ ജനപിന്തുണയിലൂടെ നമുക്ക് പ്രകടമാകും. അപ്പോൾ തീർച്ചയായിട്ടും BJPക്കാണ് മുൻതൂക്കം ഈ മണ്ഡലത്തിൽ.